ഡോക്ടറൊന്നും പറഞ്ഞില്ല. അത് വേണോ? സാധാരണ ഇതിന് വരുന്ന പെണ്ണുങ്ങൾക്ക് യാതൊരു ഇമോഷണൽ ഫീലിങ്സും ഉണ്ടാവില്ല. നിങ്ങളുടെ ഭാര്യയെ പോലൊരു വീട്ടമ്മ. അതൊന്നും ഓർത്ത് ഡോക്ടർ ടെൻഷൻ അടിക്കണ്ട. ഇക്കാര്യത്തിൽ എന്നേക്കാ കൂടുതൽ താല്പര്യം അവൾക്കാ. എങ്കിൽ നിങ്ങൾ ക്ലിനിക്കിലേക്ക് വരൂ. ഓ. ചില ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ ആയാൽ നമുക്ക് അമേരിക്കക്കാരെ കാണാം. ആയിക്കോട്ടെ. കാശുണ്ടാക്കിയിട്ട് വേണം ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ. അതിലും ഭേദമേ സ്വന്തമായിട്ടൊരു ബ്യൂട്ടീഷ്യനെ വെക്കുന്നതാ. ആണോ? ഒന്ന് വേഗം ഇറങ്ങാൻ നോക്കുന്നത്. ഞാൻ റെഡി. ജാൻകി ഏതുവരെ പഠിച്ചു? പഠിത്തത്തിന്റെ കാര്യമൊന്നും ഡോക്ടർ. പഠിപ്പിന്റെ കാര്യം ഓക്കെ വെറുതെ ചോദിച്ചതാ. ജാൻകിയെ ഞങ്ങൾക്ക് ഇഷ്ടായി. ഓക്കെ ഡോക്ടർ, ലെറ്റ്സ് പ്രൊസീഡ്. ഓക്കെ. ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്നതിന് പകരമായി ഇവർ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരും. 5 ലക്ഷം അഡ്വാൻസ്, 5 ലക്ഷം പ്രസവശേഷം കുട്ടിയെ കൈമാറുമ്പോൾ. ഡോക്ടർ 10 ലക്ഷം ഒന്നിച്ചു തന്നൂടെ? സോറി രഞ്ജിത്ത്. വന്ധ്യതാ ചികിത്സയിൽ ഡോക്ടർ പാതി ദൈവം പാതി എന്നാണ് പ്രമാണം. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്താലും ചിലപ്പോൾ ഈ ചികിത്സ വിജയിക്കണമെന്നില്ല. ചിലപ്പോ ഗർഭിണിയുടെ അശ്രദ്ധ കൊണ്ടും പ്രശ്നങ്ങളുണ്ടാവാം. അത്തരമൊരു സിറ്റുവേഷനിൽ ഇവർക്ക് മുഴുവൻ പണവും നഷ്ടമാകരുതല്ലോ. പിന്നെ ഈ കാര്യത്തിൽ പരസ്പര വിശ്വാസമില്ലാതെ മുന്നോട്ട് പോകാനും പ്രയാസമാണ്. ഓക്കെ ഡോക്ടർ. പിന്നെ ഞങ്ങള് പണം കണ്ടുകൊണ്ട് മാത്രം ഇതിന് വന്നവരല്ല. കുട്ടികളുണ്ടാവാത്തവർക്ക് കുട്ടികളുണ്ടാവാൻ സഹായിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണല്ലോ. I really appreciate your generosity. പിന്നെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പ്രോട്ടീൻ, കാൽഷ്യം, ഫൈബർ ഈ പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം കേട്ടോ. അതിനൊക്കെ പൈസ എക്സ്ട്രാ ആവും. പോഷകാഹാരത്തിനൊക്കെ ഇപ്പൊ എന്താ വില മാഡം? It's okay. Tell me how much you want. I want. It's okay. I told no. It's a പുണ്യപ്രവൃത്തി. That's cool. Is it? Oh yeah. എംബ്രിയോ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഇവർക്ക് അമേരിക്കയ്ക്ക് മടങ്ങണം. രണ്ടുപേർക്കും ജോലി തിരക്കൊണ്ടേ. പ്രസവത്തിന്റെ അടുത്ത ദിവസം തിരിച്ചു വന്നാൽ മതിയല്ലോ. ഇനി നമുക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാം. $5 ലക്ഷവുമുണ്ട്. എത്രാമത്തെയാ? അപ്പൊ ആദ്യത്തേത് പെണ്ണ്. അപ്പൊ ഇത് ആണാവാനാകും ആശ അല്ലേ? ആണായാലെന്ത് പെണ്ണായാലെന്ത് നമുക്കെല്ലാം ഒരുപോലെ. അല്ല അതും ശരിയാ. ഇക്കാലത്ത് ആണിനും പെണ്ണിനൊക്കെ ഒരേ ചെലവ് തന്നെയാ. ജാനകിയുടെ ഹസ്ബൻഡ് യാര്? ഇരുന്നോ എന്നെയാ? ഞാൻ ஆண்குழந்தை. ஜானகி எப்படி இருக்காங்க? நார்மல் தான். கொஞ்ச நேரத்துல ரூம்ல ஷிஃப்ட் பண்ணுவாங்க. கொண்டு போங்க. ഒന്നും എടുക്കായിരുന്നില്ലേ? അതൊക്കെ എടുക്കേണ്ടവരെടുത്തോളൂ അനിയ. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. ചക്രക്കുട്ടാ അമ്മടെ തോന്നിക്കോടാ. എന്താ ഈ ഉടുപ്പൊക്കെ ഇടിച്ചിരിക്കുന്നത്? ഡോക്ടറെ ഇടിപ്പിച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ഇപ്പൊ പാല് കൊടുത്തേ ഉള്ളൂ. മോന് നല്ല നിറണ്ട് അല്ലേ രഞ്ജേട്ടാ? അത് പിന്നെ ജനിക്കുന്ന ഏത് കുട്ടിക്ക് നല്ല നിറം ഉണ്ടാവും. ഇത് പിന്നെ അമേരിക്കക്കാരുടെ കുട്ടിയല്ലേ. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ഒന്ന് ഉറങ്ങി എണീച്ചാൽ എല്ലാം ശരിയാവും.
എന്നാ കുട്ടിയെ ഡോക്ടറെ അടുത്തുകൊണ്ടുപോയി ബാക്കി സെറ്റിൽമെന്റ് ഒക്കെ ഏ? ഉം. രഞ്ജേട്ടാ പിന്നെ ഏ? പണം എണ്ണി നോക്കി മേടിക്കണം. അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയണോ? ഓ ഓ ഓ ഓ ഓ ബാ. മേ കം ഇൻ ഡോക്ടർ? യെസ്. അങ്ങനെ കാര്യങ്ങളെല്ലാം ഭംഗിയായി. ഡോക്ടറെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയേ, എന്തൊരു ഭംഗിയുള്ള കുഞ്ഞാന്ന്. 10 അല്ല 50 ലക്ഷം വേണേ കൊടുക്കാം. കറക്റ്റ്. അപ്പോ ഡോക്ടർ ഈ ട്രോഫി അങ്ങോട്ട് സ്വീകരിച്ച് ബാക്കി പൈസ ഇങ്ങോട്ട് തന്ന എവിടെയാ അമേരിക്കക്കാര്? അത് പിന്നെ ഒരു ചെറിയ പ്രശ്നം, അവരിതുവരെ എത്തിയിട്ടില്ല. ഓ, എന്തുപറ്റി? ഫ്ലൈറ്റ് മിസ്സാ? അതല്ല, അവർ തമ്മിൽ ചെറുതായിട്ടൊന്ന് വഴക്കുകൂടി, ഡൈവേഴ്സ് ചെയ്ത് പിരിഞ്ഞു. ഏ? അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഈ കുട്ടിയെ വേണ്ടാന്ന്. ഇത് ഒരു മീറ്റിംഗ് ഉണ്ട്, അതങ്ങ് മറന്നുപോയി. എന്തെന്ന്? അതെ, என்னம்மா குழந்தை அழறது கேட்கலையா? பால் கொடுக்க சொல்லி தரணுமா? ഇപ്പത്താ പാല് കൊടുത്തത്, ഇനി കൊടുക്കാൻ പാലില്ല. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ സാധനം? എപ്പോ നോക്കിയാലും ക്യാ ക്യാ ക്യാ. ഉഫ്. നീ തൂവൽ സ്പർശം കണ്ടിട്ടുണ്ടോ? ഛേ, മനുഷ്യൻ ഇവിടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഒരു സ്പർശം. അതല്ല, തൂവൽ സ്പർശം സിനിമ, അതിലൊരു സീനുണ്ട്.